മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഈ കുറ്റകൃത്യത്തിനായുള്ളത്. ഒന്ന് പേരുമല, അവിടെയാണ് അഫാന്റെ വീട്. മറ്റൊന്ന് പാങ്ങോട്, അവിടെയാണ് ഉമ്മുമ്മ സൽമാ ബീവി ഉള്ളത്. മറ്റൊന്ന് ചുള്ളാളത്ത്, അവിടെയാണ് പിതാവിൻ്റെ ജ്യേഷ്ഠൻ ലത്തീഫും ഷാഹിദയും താമസിക്കുന്നത്. ഈ കുറ്റകൃത്യം നടന്നത് എന്താണ് എന്ന് പോലീസ് ഇതുവരെ നമുക്ക് നൽകുന്ന വിവരമനുസരിച്ചുള്ള ഒരു റൂട്ട് മാപ്പാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ 10:11 മണിയോടുകൂടി പേരുമലയിലുള്ള വീട്ടിൽ അവിടെ ആകെ ആ സമയത്തുണ്ടായിരുന്നത് അഫാനും അഫാന്റെ ഉമ്മയും മാത്രമാണ്. ഉമ്മയുടെ പേര് ഷമി ക്യാൻസർ ബാധിതയാണ്. ക്യാൻസർ രോഗ ചികിത്സയിലായ ഷമി കഴിഞ്ഞ 3 വർഷമായി പിതാവ് നാട്ടിൽ വരാത്തതുകൊണ്ട് പിതാവിനെ കാണാൻ ഇടയ്ക്ക് വിസിറ്റിംഗ് വിസയിൽ സൗദിയിലേക്ക് പോകും. 2 മാസം മുമ്പാണ് ഷമിയും അഫാനും അഫ്സനും 13 വയസ്സ് മാത്രമുള്ള അഫാന്റെ സഹോദരൻ അഫ്സാനും സൗദിയിലേക്ക് പോകുന്നത്. സൗദിയിൽ പോയി പിതാവിനെ കാണുന്നത്. പിതാവ് റഹീമിന് അവിടെ ട്രാവൽ ബാനാണ്, അതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് വീട്ടിൽ ആകെ പെരുമലയിലെ വീട്ടിലുള്ളത് അഫാനും അഫ്സാനും ഇവരുടെ ഉമ്മയായ ഷമീമും മാത്രമാണ്. ഷമീമിനാകട്ടെ ക്യാൻസർ രോഗബാധയുമാണ്. ക്യാൻസർ ചികിത്സയിലാണ് ഷമി. ഈ ഘട്ടത്തിൽ രാവിലെ 10:30 വീട്ടിൽ എന്തോ ഒരു വിഷയത്തിൻ്റെ പുറത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു, ഒരു തർക്കമുണ്ടാവുന്നു. ഇതിൽ അഫാൻ 11 മണിയോടുകൂടി ഉമ്മയെ കഴുത്തിലൊരു ഷാള് കൊണ്ട് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുന്നു. അതിനുശേഷം മുറിയിൽ അടച്ചിട്ടതിനു ശേഷം 11:30-12 മണിയോടുകൂടി, 12 മണി കഴിഞ്ഞ് 38 മിനിറ്റ് എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ 12 മണിയോടുകൂടി പേരുമലയിലെ വീട്ടിൽ നിന്നും 14.9 കിലോമീറ്റർ അകലെയുള്ള, ഏകദേശം 15 കിലോമീറ്ററോളം അകലെയുള്ള പാങ്ങോട് എന്ന സ്ഥലത്തേക്ക് അഫാൻ സ്വന്തം ബൈക്കിൽ പുറപ്പെടുന്നു. 12:30 ഇവിടെ നിന്ന് പുറപ്പെടുന്നു. ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടുകൂടി പാങ്ങോട് എത്തിയിട്ടുണ്ടാവാം. അവിടെയാണ് സൽമാ ബീവി താമസിക്കുന്നത്. അതായത് അഫാന്റെ ഉമ്മയുടെ ഉമ്മ സൽമാ ബീവി താമസിക്കുന്നു. പ്രായം 90 വയസ്സിന് മുകളിലുണ്ട്, 95 എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൽമാ ബീവിയുമായി സ്വർണത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടാവാം എന്നതാണ് പോലീസ് പറയുന്നത്. പ്രതി നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം സ്വർണം ആവശ്യപ്പെട്ടുവെന്നും സൽമാ ബീവി ആ സ്വർണ്ണമാല നൽകാൻ വിസമ്മതിച്ച സമയത്ത് ബാത്റൂമിലെ പരിസരത്ത് വെച്ച് തലയ്ക്ക് കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് അടിച്ചു എന്നുമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതി പേരുമലയിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വെഞ്ഞാറമ്മൂട്ടിലേക്ക് പോയി കയ്യിലൊരു ചുറ്റിക വാങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കാം പാങ്ങോടെത്തുക. അങ്ങനെ 1:30 സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ വീട്ടിൽ നിന്ന് വീട് അടച്ചതിനു ശേഷം പുറത്തേക്ക് വരുന്നു. സൽമാ ബീവി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസം. രാത്രിയിൽ കൂട്ടുകിടക്കാൻ ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് വരാറുണ്ട്. ആ പെൺകുട്ടി എത്തുന്ന സമയത്താണ് സൽമാ ബീവിയുടെ മൃതദേഹം ഈ വീടിൻ്റെ ഉള്ളിൽ ബാത്റൂമിൻ്റെ കാണുന്നത്. അപ്പോൾ തലയിടിച്ച് വീണിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത്. പിന്നീട് പോലീസ് പറയുമ്പോഴാണ് ഇത് കൊലപാതകമാണെന്ന് മനസ്സിലാക്കുന്നത്. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതിനു ശേഷം 2 മണിയോടുകൂടി പാങ്ങോട് നിന്നും 14.2 കിലോമീറ്റർ അകലെയുള്ള ചുള്ളാളം എന്ന സ്ഥലത്തേക്ക് വരുന്നു. ഈ ചുള്ളാളത്താണ് ലത്തീഫും ഷാഹിദയും താമസിക്കുന്നത്. അതായത് അഫാന്റെ പിതാവായ റഹീമിൻ്റെ ജ്യേഷ്ഠനാണ് CRPF നിന്ന് നേരത്തെ റിട്ടയർ ചെയ്ത ലത്തീഫ്. ആ ലത്തീഫിന് ഷാഹിദയ്ക്കും 2 പെൺമക്കളാണ്. അവരെ വിവാഹം കഴിച്ചയച്ചു. അപ്പോൾ ലത്തീഫും ഷാഹിദയും താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ സമയം ഏകദേശം 2 മണി കഴിഞ്ഞ് 3 മണിക്കുള്ളിലായിട്ടുണ്ടാവാം എന്ന് കരുതാം. ആ സമയത്ത് ചുള്ളാളത്ത് വീട്ടിലേക്ക് വരുന്നു. ആ ചുള്ളാളത്ത് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ചായ ഇട്ടതിൻ്റെ തെളിവുകളുണ്ട്. ഒരുപക്ഷെ അഫാന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷാഹിദ ചായ തയ്യാറാക്കിയതാവാം, അല്ലെങ്കിൽ അവർ സംസാരിച്ചിരുന്നു എന്നതാവാം. സെറ്റിയിൽ ഇരിക്കുന്ന നിലയിലാണ് ലത്തീഫിൻ്റെ മൃതദേഹം കണ്ടെത്തിയതെന്ന് ചുള്ളാളത്തെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിച്ചതിനു ശേഷം എന്തോ കാര്യത്താൽ പ്രകോപിതനായി കയ്യിൽ കരുതിയിരുന്ന അതേ ചുറ്റിക, സൽമാ ബീവിയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ചുറ്റിക ഉപയോഗിച്ച് ലത്തീഫിനെ വധിക്കുന്നു. ലത്തീഫിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഷാഹിദയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം വീട് പൂട്ടിയിറങ്ങുന്നു. ഈ വീടിന് തൊട്ടടുത്ത് വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല. അപ്പോൾ സമയം 3 മണി. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന അഫാൻ തൻ്റെ പെൺസുഹൃത്തായ ഫർസാനയെ വിളിക്കുന്നു. ഫർസാനയുടെ വീട് വെഞ്ഞാറമ്മൂട് പരിസരത്താണ്, മുർക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അഫ്സാൻ വിളിക്കുന്നു ഫർസാനയെ വിളിച്ച് സ്വന്തം വീട്ടിലേക്ക്, പേരുമലയിലുള്ള വീട്ടിലേക്ക് വരണമെന്നും അവിടെ ആരുമില്ലെന്നും തൻ്റെ മുറിയിൽ വന്നിരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഫർസാന വീട്ടിൽ നിന്നിറങ്ങി ട്യൂഷന് പോകാനാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയും അതിനുശേഷം 3:30-4 മണിയോടുകൂടി പേരുമലയിലെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. ചുള്ളാളത്ത് നിന്നും 3:30 മണിക്ക് കൃത്യം നിർവഹിച്ചതിനു ശേഷം പ്രതി 6.8 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക്, ഇവിടെ എല്ലാം അദ്ദേഹം സഞ്ചരിക്കുന്നത് അയാളുടെ ഒരു ബൈക്കിലാണ്. ആ ബൈക്കിൽ പേരുമലയിലെ വീട്ടിലേക്ക് എത്തുന്നു.
പേരുമലയിലെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് പോലീസ് നൽകിയിരിക്കുന്ന ഭാഷ്യമനുസരിച്ച് വെഞ്ഞാറമൂടുള്ള ഒരു കടയിൽ നിന്ന് കുഴിമന്തി വാങ്ങിയതിനു ശേഷം വീട്ടിലേക്കെത്തി അത് വീടിൻ്റെ പോർട്ടിക്കോയിൽ ആ കുഴിമന്തിയും ഹെൽമറ്റും വെച്ചതിന് ശേഷം വീട്ടിനുള്ളിലേക്ക് കയറി മുകൾ നിലയിൽ കാത്തിരിക്കുന്ന ഫർസാനയുടെ അടുത്തേക്ക് പോകുന്നു. അവർ തമ്മിലും അഭിപ്രായ വ്യത്യാസം, എന്തോ ഒരു തർക്കമുണ്ടാവുന്നു. അതിനുശേഷം കയ്യിൽ കരുതിയിരിക്കുന്ന ഈ ചുറ്റിക ഉപയോഗിച്ച് ഫർസാനയെ കൊല്ലുന്നു. അങ്ങനെ ഫർസാനയും കൊലപ്പെടുത്തിയതിനു ശേഷം താഴേക്കിറങ്ങുന്നു. ആ സമയം ഏകദേശം 4 മണിയോട് അടുപ്പിച്ചിട്ടുണ്ടാവും. സ്കൂൾ വിട്ട് അനുജനായ 13 വയസ്സ് മാത്രമുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്സാൻ ആ സമയത്താണ് വീട്ടിലേക്ക് വരുന്നത്. അഫ്സാൻ വീട്ടിലേക്ക് വരുന്നു. വീട് കതകു തുറന്ന് വീട്ടിലേക്ക് കയറി ഡ്രോയിങ് റൂമിൽ വെച്ച് അഫ്സാനെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അഫ്സാന വീണ് കിടക്കുന്നതിന് ചുറ്റും 500 നോട്ടുകൾ കിടപ്പുണ്ടായിരുന്നു എന്നാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ അഫ്സാനെയും ഫർസാനെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഏകദേശം അതേ സമയത്ത് തന്നെ മുറിയിൽ പൂട്ടിയിട്ടിരുന്ന ഉമ്മയുടെയും നെറ്റിയിൽ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഉമ്മയ്ക്ക് പൂർണ്ണമായി ബോധം നഷ്ടപ്പെട്ടെങ്കിലും മരിച്ചുവെന്ന് കരുതി അഫാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ച് ബാത്റൂമിലേക്ക് പോയി കുളിച്ച് വൃത്തിയായി ഡ്രസ്സ് മാറ്റിയതിനു ശേഷം താൻ ഇവിടെയൊക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച അതേ ബൈക്കിൽ പേരുമലയിലെ വീട്ടിൽ നിന്നും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ 3.5 കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷന്റെ കാവൽ അവിടെ പാറാവ് നിന്നിരുന്ന പോലീസുകാരനോട് ഞാൻ 5-6 എണ്ണത്തെ തട്ടിയിട്ടാണ് വരുന്നത്, 3 എണ്ണം മരിച്ചു, 3 എണ്ണം ഇപ്പോൾ മരിച്ചു കാണും എന്ന് പറയുന്നു. അതിലൊരാൾ പേരുമലയിലും പാങ്ങോടും ചുള്ളാളത്തുമാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കയ്യിൽ ഒരു ചെയിനുമായിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടുവരുന്ന കീ ചെയിനുമായിട്ട് കറക്കിക്കൊണ്ടുവരുന്നയാളാണ് അഫാൻ എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ ആ സമയത്ത് ഒരു കൂസലുമില്ലാതെ ആരുടെയൊക്കെ ചെന്ന് കയറുമ്പോൾ പറയുന്നുണ്ട് ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. തുടർന്ന് പോലീസ് അതിവേഗം നടത്തിയ യാത്രയിലാണ് പേരുമലയിലും പാങ്ങോട്ടും ചുള്ളാളത്തും ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതും വലിയൊരു കൂട്ടക്കൊലയുടെ ചുരുളുകൾ പുറത്തേക്ക് കഴിയുന്നതും. ഇതാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ നിമിഷം വരെയുള്ള നമ്മളുടെ വിവരം. പക്ഷേ എന്താണ് ഇതിൻ്റെ മോട്ടീവെന്നോ ഇതിൻ്റെ കൃത്യമായ സീക്വൻസ് എന്താണോ എന്നുള്ളതും പോലീസ് ഇനിയും കൺഫേം ചെയ്തിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസിൻ്റെ വേർഷനിൽ നിന്നും ആദ്യം കൊലപാതകം നടക്കുന്നത് പാങ്ങോടാണ് എന്ന് മനസ്സിലാക്കുന്നു. കൊലപാതക ശ്രമം നടക്കുന്നത് പേരുമലയിലാണ്. സ്വന്തം ഉമ്മയെ ആദ്യം കൊലപാതകം നടത്തുന്നത് സൽമാ ബീവി ഉമ്മുമ്മയെ, അതിനുശേഷം ചുള്ളാളത്തേക്ക് വരുന്നു. ആ ബൈക്കിൽ തന്നെ പേരുമലയിലേക്ക് വരുന്നു. പേരുമലയിൽ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ ബൈക്ക് റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചതിന് ശേഷം ഓട്ടോറിക്ഷയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസിന് മൊഴി കൊടുക്കുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ കൂട്ടക്കൊലയുടെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. എല്ലാം സംഭവിച്ചിരിക്കുന്നത് 2-3 മണിക്കൂറുകൾക്കുള്ളിലാണ്. 12:30 പേരുമലയിൽ നിന്ന് പാങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഈ കുറ്റകൃത്യം സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇനിയിപ്പോൾ നമ്മൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. ഈ പേരുമലയിലെ സ്വന്തം വീട്ടിൽ നിന്ന് പാങ്ങോട്ട് ഉമ്മുമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ആ CCTV ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. ഇതാണ് ആ ദൃശ്യം. ആ സമയം പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 12 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പേരുമലയിൽ ഉമ്മയെ മുറിയിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ സമയത്ത് കയ്യിൽ ആയുധമുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഈ ബൈക്കിൽ പോയി വെഞ്ഞാറമൂട് നിന്ന് വാങ്ങിയിട്ടുണ്ടാവാം എന്നതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതുന്നത്. അതിനുശേഷം പാങ്ങോടേക്ക് എത്തുന്നു. ഇനി നമുക്ക് കിട്ടേണ്ട ദൃശ്യങ്ങൾ പാങ്ങോട് നിന്നും ചുള്ളാളത്തേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളും ചുള്ളാളത്ത് നിന്നും പേരുമലയിലേക്കുള്ള ദൃശ്യങ്ങളുമാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ദൃശ്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും. ചുരുക്കത്തിൽ പേരുമലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള പാങ്ങോട്ടേക്ക് പോയി കൊലപ്പെടുത്തുന്നു. പാങ്ങോട് നിന്നും 14 കിലോമീറ്റർ അകലെയുള്ള ചുള്ളാളത്തെത്തി പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം തിരിച്ചു വീണ്ടും 7 കിലോമീറ്റർ അകലെയുള്ള പേരുമലയിലെ വീട്ടിലേക്കെത്തി പെൺസുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നു. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റൂട്ട് മാപ്പ്. പക്ഷേ 3 ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ ക്രൂരമായ കൊലപാതകം നടത്താൻ അഫാനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് സാമ്പത്തിക ബാധ്യതയാണോ? അതല്ല തൻ്റെ പ്രണയത്തെ വീട്ടുകാർ എതിർത്തതാണോ? 3 മറ്റേതെങ്കിലും ലഹരിക്ക് ഇയാൾ അടിമപ്പെട്ടിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനിയിപ്പോൾ പോലീസ് തേടുന്നത്. ഇതിൻ്റെ മോട്ടീവ് കൃത്യമായി പോലീസിന് തെളിയിക്കാൻ സാധിക്കണം. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നു.